നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ അവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മാധ്യമങ്ങളെല്ലാം കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ പിച്ചിനെ കുറിച്ചാണ്. അപ്പോൾ പിച്ചാണ് താരം. യഥാർത്ഥത്തിൽ നമുക്ക് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ വന്ന അന്ന് മുതൽ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് കഷ്ടകാലമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് കുറച്ച് കാലമായിട്ട് കഷ്ടകാലം തന്നെയാണ്. കാരണം ബംഗ്ലാദേശിനോട് വരെ നമ്മൾ വളരെ ദയനീയമായി തോറ്റു എന്നുള്ളതാണ് സത്യം. എനിവേ 2020-ലും വൺ ഡേയിലും നമ്മൾ ക്ലീൻ ബൗൾഡായി, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, പരമ്പര കൊണ്ട് അവർ പോയി. ഇനി ടെസ്റ്റിൽ കൂടി പോകുമോ എന്ന ആരാധകർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു 18ാം അടവ് എന്ന് തോന്നുന്നു, ആ രീതിയിൽ ഒരു തീർത്തും ആദ്യ ഓവറിൽ തന്നെ സ്പിന്നിന് അനുകൂലമായ പിച്ച് ഒരുക്കി. നമ്മുടെ ഇതിന് മുൻകാലങ്ങളിലും നമ്മളെന്നല്ല എല്ലാ രാജ്യക്കാരും അതാത് ടീമിന്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് പിച്ചുകൾ ഒരുക്കുക എന്നുള്ളത് എല്ലായ്പ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പക്ഷേ നമ്മൾ സ്പിന്നിന് അനുകൂലമായ പിച്ച് ഒരുക്കി എത്രയോ കളികളിൽ ജയിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് തിരിച്ചു പണി ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആദ്യ ദിവസത്തെ ആദ്യ ഓവർ മുതലേ സ്പിന്നിന് അനുകൂലമായ പിച്ച് ഒരുക്കുന്നത് ചരിത്രത്തിൽ ആദ്യത്തെ കാര്യമാണ്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തു. അവർക്ക് സ്പിന്ന് കളിക്കാൻ അറിയില്ല എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മളുടെ അശ്വിനും മിശ്രയും ജഡേജയും കൂടെ ചേർന്ന് ശരിക്കും ഈ പണി വളരെ ഭംഗിയായിട്ട് ചെയ്തു. അങ്ങനെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ദക്ഷിണാഫ്രിക്ക ടീം എന്ന് പറയുന്നത് ടെസ്റ്റിലെ 1ാം നമ്പർ ടീമാണ്. സ്വാഭാവികമായിട്ടും 1-2 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഈ രീതിയിലുള്ള പിച്ച് ഒരുക്കാൻ പാടുമോ, 3 ദിവസം കൊണ്ടൊക്കെ ടെസ്റ്റ് തീരുകയാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമും മറ്റുള്ള, ഇപ്പോൾ എസ്പെഷ്യലി ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഈവൻ ന്യൂസിലാൻഡ്, ഇതെല്ലാം പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണ് ഒരുക്കുന്നത്. പക്ഷെ നമ്മളൊരിക്കലും കരഞ്ഞു നടന്നിട്ടൊന്നുമില്ല. പാവം നമ്മളെ സച്ചിനും ലക്ഷ്മണനും ദ്രാവിഡെല്ലാം എത്ര കഷ്ടപ്പെട്ടാണ് റണ്ണെടുത്തെന്നുള്ളത് നമ്മൾ അവരെ കളി കണ്ടാൽ മനസ്സിലാവും. കാരണം അത്രയ്ക്ക് ബൗൺസുള്ള പിച്ചാണ് അവർ ഒരുക്കാറുള്ളത്. കാരണം ഇന്ത്യൻ ടീം നന്നായിട്ട് ബൗൺസിന് എതിരെ കളിക്കാറില്ല എന്ന ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നൊന്നും നമ്മളാരും കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല ആ പിച്ച് മോശമാണ്, പിച്ച് കൊണ്ടാണെന്ന്. ജനറലി നമ്മൾ പറയും ബൗൺസിന് ഇന്ത്യക്കാർ കളിക്കില്ല, അതുകൊണ്ട് പൊട്ടിയിരുന്നു. എങ്കിൽ ഇപ്പം നമ്മളൊരു സ്പിന്നിൻ്റെ പിച്ച് ഒരുക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്കൻ ടീം അങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. അതേസമയം ഓസ്ട്രേലിയയിലെ മാത്യു ഹെയ്ഡനും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര സംഭവമാക്കിയിട്ടോ എന്നാൽ ഇന്ത്യക്കാർ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇപ്പം അറിയുന്ന ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരെ ഓസ്ട്രേലിയയിൽ പോവുകയാണെങ്കിൽ ആ പെർത്തിൽ എങ്ങനത്തെ ക്രിക്കറ്റാണ് ഇവർ ഒരുക്കുന്നത്. ഇപ്പോൾ അഡ്ലേഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കളിയിൽ 3 ദിവസം കൊണ്ട് അഡ്ലേഡിൽ കളി തീർന്നിട്ടുണ്ടല്ലോ. ന്യൂസിലാൻഡിനെ അവർ ചുരുട്ടിക്കെട്ടി. അപ്പോൾ അവർക്ക് അനുകൂലമായ പിച്ച് ഒരുക്കിയതുകൊണ്ടാണ് ന്യൂസിലാൻഡ് വീണുപോയത്. അപ്പോൾ എങ്കിൽ എല്ലാവർക്കും ഈ കംപ്ലൈൻറ്റ് ചെയ്യാലോ. ഇന്ത്യ ചെയ്തു എന്ന് പറയുന്ന ഇന്ത്യ ലേശം ഓവറാക്കിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഇത്രയും വിഷയം കൂടെ വന്നപ്പോൾ ഇന്ത്യ ജയിക്കുവാനായി അങ്ങനൊരു കളി കളിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഒരു ഇന്റർനാഷണൽ കളിക്കാറില്ലേ? ഇവർ ഏത് പിച്ചിലും ഇവർ കളിക്കണ്ടേ? അല്ലാതെ ഇപ്പോൾ അതേ പിച്ച് തന്നെയാണോ ഇന്ത്യ കളിച്ചത്? ഇന്ത്യ വലിയ കളിയൊന്നും കളിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇന്ത്യ എങ്ങനെയൊക്കെയോ ജയിച്ചു. അപ്പോൾ അതേ ബൗൺസുള്ള പിച്ചിൽ ഇന്ത്യ പോകുമ്പോൾ അതേ പിച്ചിൽ തന്നെയാണ് അവരും കളിക്കുന്നത്. ചെറിയൊരു വ്യത്യാസം, അവരെ സ്ഥിരമായി അതുപോലുള്ള പിച്ചുകളിൽ കളിക്കുന്നുണ്ട്. അവർ സ്പെഷ്യലിസ്റ്റുകളാണ് അവർ. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കൂടുതൽ ഈ സ്പിന്നിന് അനുകൂലമായ പിച്ച് ഒരുക്കുമ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇതാണ് ഇതിലെ വ്യത്യാസം. എന്നിട്ടും നമ്മൾ എത്ര കളികളിൽ തോറ്റിട്ടുണ്ട്, അവരെത്ര കളികളിൽ ജയിച്ചിട്ടുണ്ട്, ഇതൊക്കെയാണ് സത്യം. അതുകൊണ്ട് ഈ പിച്ച് വാദം അനാവശ്യമാണ്. പിച്ചിനെ കുറിച്ച് ഇത്രയും ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കും, ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അശ്വിന് വേണ്ടി പിച്ച് ഒരുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, സ്പിന്നിന് അനുകൂലമായ പിച്ച് ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില സംശയങ്ങളുണ്ടാകും. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ 1.5 അടിയോളം ആഴത്തിൽ മണ്ണെടുത്തിട്ട് അവിടെ ഈ പൂഴിയും വളരെ നേരിയ ഈ മണൽ നിറച്ചിട്ടാണ് പിച്ച് ഒരുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ കുറച്ച് കളിമണ്ണും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിൽ ഇത് ചെയ്യാം. നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പിച്ചിൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ബൗൺസ് വരും. അപ്പോൾ ഇതാണ് ബൗൺസിന് അനുകൂലമായ പിച്ച് ഒരുക്കുന്നത്. ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാര്യമായിട്ട് വെള്ളം ഒഴിക്കില്ല. ദാറ്റ് ഈസ്, അപ്പോൾ വറ്റി വരേണ്ട പിച്ചിനെ കിട്ടും. ഇത് കുറച്ചുകൂടി സ്പിന്നിന് അനുകൂലമാക്കി മാറ്റാം. അപ്പം നമ്മൾ ആകെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളുടെ പേസ് ബോളർമാർക്ക് ആകെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം ശരിക്കും കുറച്ച് കുഴികൾ അവിടെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ കുഴി അത് ഉപയോഗിച്ച് സ്പിന്ന് ഉണ്ടാക്കിയെടുത്ത് അവർ സുഖമായിട്ട് ബാറ്റ്സ്മാരെ കറക്കി വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളിവിടെ നടത്തുന്നത്. പക്ഷെ നമ്മൾ അത് ഒരു പടി കൂടെ മുന്നോട്ട് പോയി അവിടെ തൊട്ടാൽ അവിടെ ക്രാക്ക് വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പിച്ചിനെ മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യ ഓവറിൽ തന്നെ പന്ത് സ്പിൻ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് അവർക്ക് അവരുടെ വിക്കറ്റുകൾ പെട്ടെന്ന് പോകാൻ തുടങ്ങിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ സ്പിന്നർമാരും കുഴപ്പമില്ലാതെയൊക്കെ ചെയ്തു. ഓക്കെ, ഇനി ഈ കാര്യത്തെ മറിച്ച് ചിന്തിക്കാം. നമ്മളിപ്പോൾ നല്ലൊരു പിച്ചാണ് ഒരുക്കിയിരുന്നതെങ്കിൽ, നല്ലൊരു ബാറ്റിംഗ് പിച്ചാണ് ഒരുക്കിയിരുന്നെങ്കിൽ, എ ബി ഡി വില്ലിയേഴ്സിനെ പോലെയും
അതേപോലെ തന്നെ ഡുമിനിയെ പോലുള്ള ബാറ്റ്സ്മാൻമാരിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഈ പരമ്പര കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഞാൻ ഇന്ത്യൻ ടീമിനെ വില കുറച്ച് കാണുന്നില്ല, എന്നാലും ഒരു സത്യം ഇതാണ്. അപ്പം നമ്മൾ സ്പിൻ പിച്ച് ഒരുക്കിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കാരണം അവർ കഴിഞ്ഞ 9 വർഷമായി ഒരു വിദേശ രാജ്യത്തിൽ പോയിട്ടും തോൽക്കാത്തവരാണ് ദക്ഷിണാഫ്രിക്ക എന്നൂടെ കരുതണം. മാത്രമല്ല ഇവിടെ തന്നെ നമുക്ക് 2020യും വൺ ഡേയും നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് കഥയുടെ ഒരു വശം. ഇനി മറുവശം ചിന്തിക്കാം. MS ധോണിയാണ് ഇപ്പം നമ്മളുടെ 2020 വൺ ഡേ ക്യാപ്റ്റൻ. അതേസമയം ടെസ്റ്റിൽ കോഹ്ലിയാണ്. അപ്പൊ കോഹ്ലി വരുമ്പോൾ കളി ജയിക്കുന്നു, പാവം ധോണി വരുമ്പോൾ തോൽക്കുന്നു എന്നൊരു ചെറിയ കാര്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അടുത്ത വേൾഡ് കപ്പിൽ 2020യിൽ ക്യാപ്റ്റൻസിന്ന് ധോണി മാറുമെന്നും തനിക്ക് ചിലപ്പോൾ ഈ ക്യാപ്റ്റൻസി കിട്ടുമെന്നൊക്കെ പാവം കോഹ്ലി ചിന്തിക്കുന്നെങ്കിൽ തെറ്റെന്ന് പറയാനും പറ്റില്ല. എന്തായാലും അത് എങ്ങനെയായാലും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവർ ധോണിയെ വെച്ച് തന്നെ ഈ അടുത്ത വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് കൂടി ധോണിക്ക് അവസരം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിച്ച് വിവാദം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന്, അതല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇനി മുതൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇന്ത്യക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇന്ത്യക്ക് അഡ്വാൻറ്റേജ് കിട്ടും. അതേസമയം നമ്മൾ 1-2 കാര്യം കൂടെ മനസ്സിലാക്കാം. വെസ്റ്റ് ഇൻഡീസിൽ നമ്മൾ പര്യടനം നടത്തുമ്പോൾ ഭൂരിഭാഗം അവർ നല്ല പിച്ചാണ് ഒരുക്കുന്നത്. ഈവൻ ഷാർജയിൽ നല്ല പിച്ചാണ് ഒരുക്കുന്നത്. ഒരിക്കലും ബാറ്റ്സ്മാൻ അനുകൂലമായിട്ടോ ബൗളർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചുകളല്ല നമ്മൾ ഒരുക്കേണ്ടത്. 2 പേർക്കും ക്ഷമയുള്ള ബാറ്റ്സ്മാൻ റണ്ണ് കിട്ടുന്ന രീതിയിലുള്ള പിച്ചാണ് ഒരുക്കേണ്ടത്. അല്ലാതെ വെറും സ്പിന്നർമാർക്ക് അനുകൂലം എന്ന് പറയുമ്പോൾ ബാറ്റ്സ്മാൻമാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. പേസ് ബൗളർമാർക്ക് ഒരു പണിയില്ല. വെറും പേസിന് അനുകൂലമാകുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നുമില്ല. അതേസമയം എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നത്, ഞാൻ പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭൂരിഭാഗം കളികൾ ഇപ്പോൾ അബുദാബിയിലാണ് നടക്കുന്നത്. നമുക്ക് നോക്കി അറിയാൻ പറ്റും എല്ലാ കളികളിലും കറക്റ്റ് റിസൾട്ടും ഉണ്ട്, നല്ല പിച്ചുമാണ് അവർ ഒരുക്കുന്നത്. സോ അബുദാബി, ഷാർജ, ഈവൻ പോർട്ട് എലിസബത്ത്, ഗയാന, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നല്ല പിച്ചുകളാണ് അവർ ഒരുക്കുന്നത്. ഈ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയി നമ്മൾ ജയിച്ചു എന്ന് പറയുമ്പോഴും ശ്രീലങ്കയിലെ ആളുകൾ നല്ല പിച്ചാണ് അവർ ഒരുക്കിയത്. ഒരിക്കലും ഒരു ബാറ്റിംഗ് അനുകൂലമായിട്ടുള്ള പിച്ചല്ല അവർ ഒരുക്കിയത്, ബൗളിംഗ് അനുകൂലമല്ല. 2 പേർക്ക് തുല്യമായിട്ട് കിട്ടുന്ന പിച്ചാണ് ഒരുക്കിയത്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ജയിക്കുന്നത്. അതേസമയം മുൻകാലങ്ങളിലെല്ലാം കൊളംബോയിലൊക്കെയുള്ള പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കാം. 5 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു ഇന്നിങ്സ് പോലും കംപ്ലീറ്റ് ആവാത്ത ഗതികേടാണ്. 5 ദിവസം കളിച്ചാൽ ഒരു ഇന്നിങ്സ് പോലും കംപ്ലീറ്റ് ആവാത്ത ഗതികേടിൽ നിന്ന് ഇന്ന് കൊളംബോയിൽ കളിക്കുമ്പോൾ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നു. ഇങ്ങനെ 5 ദിവസം കളിച്ച് ടെസ്റ്റ് സമനിലയിലാവുക എന്ന് പറഞ്ഞാൽ ഇതിനൊന്നുള്ള ക്ഷമയൊന്നും ആളുകൾക്കില്ല. അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റ് നശിക്കുന്നതാണ് സത്യം. അതുകൊണ്ട് റിസൾട്ട് വരുന്ന പിച്ചുകൾ ഒരുക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ത്യ ടീമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടില സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല്. ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല്. നിധി കാത്തുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു കാവിൻ അറയിൽ. നിധി കാത്തുനാഗഫണമായി ഉമിയിൽ കനലായി നിന്നെ കാത്തു ഞാനിരുന്നു. മനത്ത് കാണുന്ന നക്ഷത്രമല്ല, മനസ്സിൽ പണിയുന്ന കൊട്ടാരമല്ല, മഞ്ഞിൽ വിരിഞ്ഞൊരു പൂവല്ല, കീനാവിൽ നെയ്തൊരു സ്വപ്നമല്ല.
ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം ഏഴു സുഖങ്ങളിൽ ഒരു രാഗം ഏഴു ദിനങ്ങളിൽ ഒരു വാരം ഏഴു നിറങ്ങളിൽ മഴവില്ലേ കാട്ടിൽ പഞ്ചവർണ്ണ കിളി പാടി നിശാസ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു മരതക കാട്ടിൽ പഞ്ചവർണ്ണ കിളി പാടി നിശാസ്വപ്നത്തിൽ വാതിൽ ഞാൻ തുറന്നു വന്നു ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട് നഷ്ടങ്ങൾ അതിലേറെയുണ്ട് ബന്ധങ്ങൾ ഒത്തിരിയുണ്ട് വേദനകൾ കൂട്ടിനുണ്ട് ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം ഏഴു സുഖങ്ങളിൽ ഒരു രാഗം ഏഴു ദിനങ്ങളിൽ ഒരു വാരം ഏഴു നിറങ്ങളിൽ മഴവില്ല ദേവി ശ്രീദേവി നീ ദേവലോകറാണിയല്ലേ റാണി മഹാറാണി നീ ദേവലോകറാണിയല്ലേ ഏഴു സ്വരങ്ങളിൽ ഒരു ഗാനം ഏഴു സുഖങ്ങളിൽ ഒരു രാഗം ഏഴു ദിനങ്ങളിൽ ഒരു വാരം ഏഴു നിറങ്ങളിൽ മഴവില്ലേ